ഡിസംബർ മാസം 26-ാം തീയതി ക്രിസ്തുവിനു വേണ്ടി ആദ്യം രക്തസാക്ഷിയായ വിശുദ്ധ സ്തീഫന്റെ തിരുനാളാണ്. എസ്തഫാനോസ് മരിക്കുന്നത് ഈശോ കുരിശിൽ മരിച്ചത് എങ്ങനെയാണോ അതേപടി അതേ വാക്കുകൾ തന്നെ ഉച്ചരിച്ചുകൊണ്ടാണ്. കാരണം നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എസ്തഫാനോസ് പറയുന്നൊരു വാക്ക്, യേശുവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. രണ്ടാമതായി എസ്തഫാനോസ് വീണ്ടും പറയുന്നുണ്ട്, ദൈവമേ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞാണ് അവൻ മരിച്ചത്. അതായത് ഈശോയെ അക്ഷരാർത്ഥത്തിൽ അനുകരിക്കാൻ എസ്തഫാനോസിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് മറ്റ് നമ്മുടെ സുവിശേഷങ്ങളിലൊക്കെ വായിക്കുന്നത് ഈശോ പിതാവിൻ്റെ വലത്തുവശത്ത് ഉപോഷനായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, എസ്തഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഈശോ നിൽക്കുന്നതായി അവൻ കണ്ടു. എന്തുകൊണ്ടായിരിക്കാം ഈശോ നിൽക്കുന്നത് അവിടെ? അത് ഇങ്ങനെയാവും, ഈശോയുടെ ആദ്യത്തെ രക്തസാക്ഷിയെ എതിരേൽക്കാൻ ഈശോ സിംഹാസനത്തിൽ എണീറ്റു നിന്നു. അത്രമാത്രം ഈശോയ്ക്ക് സ്നേഹമുണ്ടായിരുന്നു. അത്രമാത്രം തന്നെ അനുകരിക്കുന്ന ഒരാത്മാവിനോട് ഈശോയ്ക്ക് സ്നേഹമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിലും ജീവിതത്തിലും ഈശോയെ അനുകരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈശോ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ ജീവിക്കാം. ഒരുപക്ഷെ ഇതേപോലെ രക്തസാക്ഷികളാകാൻ നമുക്കാർക്കും പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവ് എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ ജീവിച്ചാൽ നമ്മുടെയും എതിരേൽക്കാൻ ഇതുപോലെ തന്നെ കർത്താവ് സിംഹാസനത്തിൽ പിതാവിൻ്റെ വലത്തുവശത്ത് എണീറ്റ് നിൽക്കും. കയറി വാടാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ സന്തോഷത്തോടെ നമ്മളെ ആലിംഗനം ചെയ്തു. ആ ഒരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.